ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്സുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം വിലക്കുറവിൽ കുറേ നാരങ്ങ കിട്ടിയപ്പോൾ 3-4 കിലോ നാരങ്ങ വാങ്ങി. നാരങ്ങ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ തിരക്കുകളും കാര്യങ്ങളുമായിട്ട് ഒന്നും ചെയ്യാനായിട്ടുള്ള സമയമില്ല. അത് ഉപ്പ് പുരട്ടി വെച്ചാൽ തന്നെ നമുക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. പക്ഷേ ടൈം ഇല്ലായിരുന്നതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടുള്ള തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് നാരങ്ങ എടുത്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഒരു ചേച്ചിക്ക് കൊടുത്തു. പിന്നെയും ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിന്നെയും തിരക്കുകൾ പോകുന്നില്ല. ഏകദേശം ഒരു മാസം നല്ല ബിസിയായിരുന്നു. സമയം ഇല്ലെങ്കിൽ പോലും ഞാൻ കുറച്ച് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചു. ബാക്കി നാരങ്ങ എങ്ങനെയാണ് കൂടുതൽ ദിവസം ഇങ്ങനെ ഫ്രഷായിട്ട് വയ്ക്കുക അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് നാൾ മുമ്പ് അമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തത്. പഴം കൂടുതലുള്ളപ്പോൾ ഓരോ പഴവും നമ്മൾ സെപ്പറേറ്റ് ഓരോ പേപ്പറിലോ അല്ലെങ്കിൽ കവറിലോ പൊതിഞ്ഞ ശേഷം ഒരു വലിയ കവറിൽ ഒന്നിച്ചിട്ട് കെട്ടി എയർ കയറാത്ത വിധത്തിൽ നമ്മൾ കവറിലിട്ട് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒട്ടും പഴം പഴുത്തു പോകില്ല എന്നുള്ള കാര്യം. ഒരാഴ്ച വരെ യാതൊരു നിറമാറ്റവുമില്ലാതെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. പഴത്തിൻ്റെ ഉള്ളിലെ തൊലി പൊളിച്ച് കഴിഞ്ഞാലും യാതൊരു പഴുപ്പ് കൂടലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിറം മാറിയാൽ പിന്നെ പഴത്തിന് യാതൊരു ഡിമാൻഡും ഉണ്ടാകത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ പഴം സൂക്ഷിച്ച് വെക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നാരങ്ങയിൽ ഇതേ കാര്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. നാരങ്ങ കൂടുതൽ കിട്ടുമ്പോൾ ഒത്തിരി ദിവസം സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും സൂക്ഷിച്ച് വെക്കുമ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന അല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് വെള്ളത്തിലിട്ട് മുക്കി വെച്ച് കഴുകിയാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് തുടച്ച് വെച്ചു. നമുക്കിനി ഈ നാരങ്ങ ഓരോ പീസ് പേപ്പറിൽ പൊതിഞ്ഞു വയ്ക്കാം. ബ്രൗൺ പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പൊതിഞ്ഞു വയ്ക്കാം. ഒത്തിരി മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ പേപ്പറിലാണെങ്കിൽ കുറേ കൂടി ബെറ്ററാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ 1-2 ആഴ്ചയൊക്കെയാണെങ്കിൽ സാധാരണ പേപ്പറിൽ സൂക്ഷിച്ച് വെച്ചാലും മതി. ഞാനിപ്പോൾ പേപ്പറിലാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഈ ചെറിയ നാരങ്ങ പൊതി ഓരോന്നും നമുക്കൊരു വലിയ കവറിലേക്ക് ഇട്ട് ഒട്ടും വായു ഇല്ലാത്ത രീതിയിൽ ഇതൊന്ന് മുറുക്കി കെട്ടി വയ്ക്കാം. നന്നായിട്ട് മുറുക്കി കെട്ടിയ ശേഷം ഈ കവർ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ശരിക്കും നാരങ്ങ വാങ്ങിയിട്ട് ഒരു 3 ആഴ്ചയായിട്ടുണ്ട്. ഒരാഴ്ച ഞാൻ നോർമൽ കവറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്ത്. അതായത് പ്ലാസ്റ്റിക് കവറിൽ സാധാരണ രീതിയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന അതേപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ തിരക്കും പ്രശ്നങ്ങളൊന്നും മാറാഞ്ഞുകൊണ്ട് ഞാനത് ഈ രീതിയിലൊന്ന് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് കഴുകി തുടച്ച് പേപ്പറിൽ പൊതിഞ്ഞെടുത്തു. ഇപ്പോൾ ടോട്ടൽ 3 ആഴ്ചയായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന നാരങ്ങ അച്ചാറിടാനുള്ള ചെറിയൊരു പ്ലാനിലാണ്, അല്ലെങ്കിൽ ഉപ്പിലിട്ടെങ്കിലും വെക്കാമെന്നുള്ള പ്ലാനിലാണ്. ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് ഉപ്പ് പുരട്ടിയൊക്കെ വെച്ച് അച്ചാറിട്ടായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചീഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയൊന്ന് നോക്കാം. എല്ലാവരും റെഡിയാണല്ലോ? ഇത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പൊതിഞ്ഞ് വെച്ചതാണ്. ഏറി ഇനി ചീത്തയാവണ്ട എന്ന് കരുതിയിട്ട്. നമ്മുടെ നാരങ്ങയ്ക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അന്ന് തന്നെ ഈ രീതിയിൽ പൊതിഞ്ഞ് വെച്ചാൽ ഇതിലും ഫ്രഷായിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് പഴം ഈ രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ കുമ്പളങ്ങ, മത്തങ്ങ എന്നിവയും നമ്മൾ കുറച്ച് ഭാഗമൊക്കെ എടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കവറിലിട്ട് കെട്ടി വയ്ക്കുക. അല്ലാതെ മത്തങ്ങ, കുമ്പളങ്ങ ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം കൂടി ഒന്നിച്ച് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നോർമലി പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചാൽ പെട്ടെന്ന് ചീത്താകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സാമ്പാർ കൂട്ട് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കൂടുതൽ ദിവസം ഇരിക്കത്തില്ല എന്നുള്ളത്. അത് സെപ്പറേറ്റ് ചെയ്ത് ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ ഫ്രഷായിട്ട് നമുക്ക് പച്ചക്കറി സൂക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.